ഹായ് ഓൾ. അങ്ങനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് നടന്ന എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു എക്സാമിനേഷന്റെ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായത്തിൽ നിന്ന് എക്സാമിനേഷൻ നല്ല നിലവാരമുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനുകൾ ഏറെയും വന്നത് ഡിഫിക്കൽട്ടി ലെവലിലും മോഡറേറ്റ് ലെവലിലും ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 40-45 മാർക്കാണ്. 50 മാർക്ക് ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് 50% താഴെ മാത്രം നിൽക്കുന്ന ഒരു മാർക്കായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് എന്നാണ് നമ്മൾ പരക്കെ ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തയ്യാറെടുത്ത് പോയി എക്സാമിനേഷൻ ഹാളിൽ കൃത്യമായ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് ആൻസറുകൾ അറ്റംപ്റ്റ് ചെയ്തവർക്കൊക്കെ ഒരു നല്ല റിസൾട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം എത്രത്തോളം നിലവാരമുള്ള രീതിയിലേക്ക് മാറ്റണം എന്നതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു എക്സാമിനേഷനിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എക്സാമിനേഷൻ നിലവാരമുള്ളതായി മാറുമ്പോൾ ഇനിയുള്ള എക്സാമിനേഷനിലും ഇതേ നിലവാരത്തിൽ തന്നെയായിരിക്കും ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് നമ്മൾ കൃത്യമായി തയ്യാറെടുത്ത് ഇനിയും മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായൊരു ദൃഷ്ടാന്തം കൂടിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയിൽ കാണാൻ കഴിയുന്നത്. ഇനിയും നമ്മുടെ മുമ്പിലുള്ളത് ധാരാളം പരീക്ഷകളാണ്. എക്സാമിനേഷൻ ബുദ്ധിമുട്ടിപ്പോയി എന്നതിൻ്റെ പേരിൽ വളരെയധികം വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാമിനേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായി എന്നതിൻ്റെ പേരിൽ പലർക്കും വിഷമം ഉണ്ടായിരിക്കും. ഇത് വിഷമിച്ചിരിക്കേണ്ട ഒരു സമയമല്ല. നമ്മുടെ മുമ്പിൽ ധാരാളം എക്സാമിനേഷനാണ് മെക്കാനിക്കൽ സ്ട്രീമുമായി തന്നെ ബന്ധപ്പെട്ട് വരുന്നത്. മെക്കാനിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് 2026 ധാരാളം അവസരങ്ങൾ ഉള്ളത് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് നമുക്ക് ഏറെക്കുറെ മനസ്സിലായ രീതിയിലും അതുപോലെ തന്നെ പരീക്ഷയുടെ ചോദ്യങ്ങളുടെ നിലവാരം മനസ്സിലായതുകൊണ്ടും നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഈ ഒരു നിലവാരത്തിലുള്ള എക്സാമിനേഷനുകൾ പ്രതീക്ഷിച്ച് വേണം നമ്മൾ എഴുതാൻ. മാത്രമല്ല എക്സാമിനേഷന്റെ പാറ്റേണൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എൻവയോൺമെന്റിലേക്ക് നമ്മുടെ പഠന രീതികളും മാറ്റേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. നമ്മൾ ഒരു ചന്ദ്രനാവാൻ, ആകാശത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു ചന്ദ്രനാവാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ആകാശത്ത് മിന്നിമായുന്ന നക്ഷത്രമാകാനെങ്കിലും നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. അത് നമ്മുടെ മനസ്സിലും നമ്മൾ എപ്പോഴും കുറിച്ചിടണം. നമ്മുടെ ലക്ഷ്യം വലിയതായിരിക്കണം. എന്നിരുന്നാൽ പോലും നമുക്കൊരു നക്ഷത്രത്തെ പോലെ തിളങ്ങുവാനുള്ള അവസരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാലം തരുന്നതായിരിക്കും. സർക്കാർ ജോലി എന്നുള്ള നമ്മുടെ വലിയ ലക്ഷ്യമാണ്. അതിന് നമ്മുടെ മുമ്പിൽ മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ ഏതൊക്കെ ഓപ്ഷനുകൾ ഉണ്ടെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് കേരള പോർട്ട് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷനിലേക്കുള്ള എക്സാമിനേഷൻ, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഓവർസിയർ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ എക്സാമിനേഷനുകൾ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എക്സാമിനേഷൻ, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന എക്സാമിനേഷൻ, അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കേരള വാട്ടർ അതോറിറ്റി. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള AMY എക്സാമിനേഷൻ, അതുപോലെ തന്നെ ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ നിരവധി എക്സാമിനേഷനുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓരോ ദിവസവും ഇത്തരം എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഓർക്കുക, ഇന്ന് എഴുതിയ പരീക്ഷ കൊണ്ട് നിങ്ങളുടെ പഠനം തീരുന്നില്ല. ഇനിയുള്ള ഓരോ എക്സാമിനേഷനുകളും നിങ്ങളുടെ മുമ്പിലുള്ള വലിയ ലക്ഷ്യങ്ങളാണ്. ഇനിയുള്ള എക്സാമിനേഷനുകളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഓരോ പരീക്ഷയും സമീപിക്കേണ്ടത് ഒരു പടയാളിയായിട്ട് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ വേണം നമ്മൾ പരീക്ഷകളെ സമീപിക്കുവാൻ. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ഈ എക്സാമിനേഷനുകളൊക്കെ ക്രാക്ക് ചെയ്യുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ നമ്മളിട്ട എഫർട്ടുകൾ ഈ ബാക്കിയുള്ള പരീക്ഷകൾക്ക് നമുക്ക് പ്രയോജനമായിട്ട് മാറും. അങ്ങനെ നിരവധി എക്സാമിനേഷനുകളിൽ നല്ല റാങ്കോടുകൂടി നല്ലൊരു സർക്കാർ ജോലി കിട്ടാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് മെക്കാനിക്കൽ കോഴ്സുകളുടെ എല്ലാം ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയിലൂടെ ഇവയുടെ എല്ലാം കോഴ്സുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് കളക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ കോംബോ ആയിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകർഷകമായ ഓഫർ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് സർക്കാർ ജോലിയുടെ വർഷമായിരിക്കും. അപ്പോൾ മറക്കണ്ട, സർക്കാർ ജോലി എന്നത് നമ്മുടെ വലിയ ലക്ഷ്യമാണ്. ആ ഒരു തിളങ്ങി നിൽക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്നത്തെ ഒരു എക്സാമിനേഷനിലെ ഡിസപ്പോയിന്റ്മെന്റ് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന നിരവധി അവസരങ്ങളാണ്. ആ ഒരു അവസരം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. സർക്കാർ ജോലി എന്ന മഹത്തായ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.